ലേബർ റൂം പ്രോസസ്സിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഡൗട്ട് ഉണ്ടാവും അതെങ്ങനെയാണ് ഫില്ല് ചെയ്യേണ്ടത്. ഡൗട്ട് ഉണ്ടാവേണ്ട കാര്യമൊന്നുമില്ല. അതായത് ലേബർ റൂം സ്റ്റാഫുകൾക്കൊക്കെ ഷെയർ ചെയ്ത ഷീറ്റിൽ ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. അതിൽ IP വർക്ക് ചെയ്യുകയാണെങ്കിൽ മാത്രം ഈ ഏരിയ കവർ ചെയ്താൽ മതി. ചൂസ് ചെയ്ത ഈ ഏരിയ ഉണ്ടല്ലോ, ഇത്രയും ഏരിയ കവർ ചെയ്താൽ മതി. IP ചിലപ്പോൾ അവർ IP ഉള്ള ദിവസങ്ങൾ ഉണ്ടാവുമല്ലോ, മുൻകൂട്ടി അവരോട് പറയും. അതുകൊണ്ട് അവർ IP പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്തവരായിരിക്കണം എല്ലാവരും. അതേപോലെ തന്നെ OP ഇത്രയും ഇതിലാണ് അവർ കവർ ചെയ്യേണ്ടത്. ഈ പ്രോസസ്സുകളെ കുറിച്ചും അവർക്ക് കൃത്യമായ ധാരണ ഉണ്ടായിരിക്കണം. കാരണം നമ്മളെ ലേബർ റൂമിലുള്ള സ്റ്റാഫുകൾ എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും വെൽ അവെയർ ആയ ആളുകളെയാണ് നമ്മൾ ഈ OP IP ലേബർ റൂമിൽ ഉണ്ടാവുക. അവർക്ക് ഏത് സമയത്തും ഏത് എമർജൻസി ഘട്ടങ്ങളും ഹാൻഡിൽ ചെയ്യാനും കാര്യങ്ങളും പറ്റും എന്നാണ് അവരുടെ എക്സ്പെർട്ടൈസ് വെച്ചിട്ട് നമ്മൾ കണക്കാക്കുന്നത്. ഓക്കെ, അപ്പൊ ഇപ്പൊ ലേബർ റൂമിലാണ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഏരിയ ചെയ്യേണ്ടതില്ല. ഓക്കെ, അത് ക്ലിയർ അല്ലേ? പിന്നുള്ളത് ലേബർ റൂമിൽ നിങ്ങളുടെ ഡ്യൂട്ടി. ഇപ്പൊ ലേബർ റൂം എന്ന് പറയുമ്പോൾ ലേബർ റൂം, OT, NICU, ICU, CSSD ഇത്രയും ഏരിയകളാണ് നമ്മൾ മൊത്തത്തിലുള്ളത് നമ്മളുടെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ വെച്ചിട്ട്. ഉദാഹരണത്തിന് ഇപ്പൊ ഇത് ജിൽനയുടെ പേജാണ്. ജിൽന ഇന്ന് ലേബർ റൂമിൽ ആണ് ഡ്യൂട്ടി. പക്ഷെ നമുക്ക് ചിലപ്പോൾ സ്റ്റാഫുകളുടെ എണ്ണം കുറവുണ്ടാവും. ഒരു 4 പേരോ 5 പേരാണെന്ന് ഇരിക്കട്ടെ. ഓരോ ആളുകളും ഓരോ ഡിപ്പാർട്ട്മെന്റിലായിരിക്കണം അവർ ആക്ട് ചെയ്യേണ്ടത്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇന്ന് ജിൽന ജോയിൻ ചെയ്തു, ജിൽന ലേബർ റൂമിൽ, പിന്നെ ജിൻഡു OT, അല്ലെങ്കിൽ വേറെ ഓരോരുത്തർ, പിന്നെ നമ്മളുടെ സുജില NICU എന്നൊക്കെ ഒരു റെക്കോർഡ് കൊടുക്കുക. അത് ഇൻചാർജസ് ആണ് തീരുമാനിക്കുക. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ ലേബർ റൂമിലെ പിന്നെ ഹാൻഡ് ഓവർ എടുക്കേണ്ടത് ജില്ലയാണ്. അപ്പോൾ അവർ ഇതിൽ ലേബർ റൂം ഹാൻഡ് ഓവർ എടുക്കുമ്പോൾ ഇതിൽ 1 എന്നിട്ട് വെക്കുക. ഹാൻഡ് ഓവർ എടുത്തിട്ടില്ലെങ്കിൽ 0. ജില്ല തന്നെയാണ് അവിടുത്തെ എക്യുപ്മെന്റ്സ് എല്ലാം ചെക്ക് ചെയ്യേണ്ടത്. അത് നിങ്ങൾ ഒരാളെ വെച്ച് ചെയ്യിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. റെസ്പോൺസിബിൾ പേഴ്സൺ എന്നുള്ളത് ജില്ലയായിരിക്കും. അപ്പോൾ അവർ എക്യുപ്മെന്റ് ചെക്ക് ചെയ്തിട്ടുണ്ടോ, ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ 1 എന്ന് മാർക്ക് ചെയ്യുക, അല്ലെങ്കിൽ 0 എന്ന് മാർക്ക് ചെയ്യുക. ഓക്കെ, പിന്നെ പേഷ്യന്റ് അസസ്മെന്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലേ, ഈ പിന്നെ ഉണ്ടെങ്കിൽ 1 എന്ന് മാർക്ക് ചെയ്യുക, അല്ലെങ്കിൽ 0. പ്രിപ്പറേഷൻ ഫോർ ഡെലിവറിക്ക് പ്രിപ്പറേഷൻ ചെയ്തു കൊടുത്തിട്ടുണ്ടോ, ഒരു പേഷ്യന്റിന്റെ ഡെലിവറിന്റെ മുമ്പായുള്ള ഘട്ടങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ യെസ്, അതായത് അതിൽ 1 എന്ന് മാർക്ക് ചെയ്യുക, ഇല്ലെങ്കിൽ 0. ഇന്ന് ഒരാൾക്കും ആ സംഗതിയിൽ ചെയ്തിട്ടില്ലെങ്കിൽ 0 എന്ന് മാർക്ക് ചെയ്യുക. ഡോക്യുമെന്റേഷൻ, ഇതുമായി ബന്ധപ്പെട്ട അവരുടെ ഫയൽസ് അല്ലെങ്കിൽ നിങ്ങളുടെ ബാക്കിയുള്ള ലെഡ്ജറുകൾ ഇതിലൊക്കെ എഴുതി തയ്യാറാക്കിയിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ 1 എന്ന് മാർക്ക് ചെയ്യുക, ഇല്ലെങ്കിൽ 0 എന്ന് മാർക്ക് ചെയ്യുക. ദെൻ ഇൻഫെക്ഷൻ കൺട്രോൾ, അത് പിന്നെ ഇൻഫെക്ഷൻ കൺട്രോളിന് വേണ്ടി ചെയ്യുന്ന പ്രോസസ്സുകൾ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ 1 എന്ന് മാർക്ക് ചെയ്യുക, അല്ലെങ്കിൽ 0 എന്ന് മാർക്ക് ചെയ്യുക. ഇത് മോർണിംഗ് ഷിഫ്റ്റില്, ആഫ്റ്റർനൂൺ ഷിഫ്റ്റ്, നൈറ്റ് ഷിഫ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഇതിൽ പറയുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ നൈറ്റ് ഷിഫ്റ്റ് ആണെങ്കിൽ അത് മാത്രം മാർക്ക് ചെയ്യുക. ഇൻ കേസ് ഇത് ചെയ്ത് കഴിഞ്ഞു, പക്ഷെ ഇന്ന് ലേബർ റൂമിൽ ഉള്ള വർക്കിനേക്കാൾ കൂടുതൽ OT-യിലാണ്, അപ്പൊ ഇയാൾ തന്നെ OT-യിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഇതിൽ പറയുന്ന കാര്യങ്ങൾ പ്രിപ്പറേഷൻ ചെയ്തിട്ടുണ്ട് ഉണ്ടെങ്കിൽ ഓക്കെ 1 എന്നിടുക. എക്യുപ്മെന്റ് ചെക്ക് ചെയ്തിട്ടുണ്ട് ഉണ്ടെങ്കിൽ 1 എന്നിടുക, ഇല്ലെങ്കിൽ 0 എന്നിടുക. അല്ലെങ്കിൽ വേറൊരാളാണ് OT-യിൽ എന്നുണ്ടെങ്കിൽ അയാളാണ് ഇത് ചെയ്യേണ്ടത്. അത് കൂടാതെ നിങ്ങൾ അവരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഏത് ഏരിയയിലാണ് ഹെൽപ്പ് ചെയ്തത്, പേഷ്യന്റ് മോണിറ്ററിംഗിലാണോ, സർജൻ അസിസ്റ്റന്റ് ചെയ്തതിലാണോ, ഏതിലാണ് നിങ്ങൾ അസിസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങൾ 1 എന്നിടുക, ഇല്ലെങ്കിൽ 0 എന്നിടുക. ഓക്കെ, ഇതാണ് ഓരോ ഡിപ്പാർട്ട്മെന്റിലും. ഇപ്പോ ലേബർ റൂമിലെ വർക്കെല്ലാം ചെക്ക് ചെയ്ത് കഴിഞ്ഞു, ഇപ്പൊ പേഷ്യന്റ് ഒന്നുമില്ല, എല്ലാം ക്ലിയർ ആണ് എന്നുണ്ടെങ്കിൽ, പിന്നെ NIC-യിൽ ബേബി ഉണ്ടെങ്കിൽ നമ്മൾ അതാണ് ഹാൻഡിൽ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അതിലും ഇതേപോലെ തന്നെ മാർക്ക് ചെയ്യാം. അപ്പൊ ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്യുന്നത് ആരാണ്, അല്ലെങ്കിൽ എല്ലാ ഏരിയയിലും ആരാണ് ഏറ്റവും കൂടുതൽ നന്നായിട്ട് പെർഫോം ചെയ്യുന്നത് എന്നാണ് ഈ ഇതിലൂടെ നമുക്ക് മനസ്സിലാവുക. ഇനി വേറൊരു കാര്യം പറയാനുള്ളത്, ഇമ്പോർട്ടന്റ് ആയ കാര്യം പറയാനുള്ളത്, ഇത് ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് പ്രയാസം ഉണ്ടാക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ അത് പറയാം. കാരണം ഉണ്ടാക്കാൻ വഴിയില്ല. കാരണം ഇതിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ ലേബർ റൂമിലെ
പ്രീ ഷിഫ്റ്റ് ഹാൻഡ് ഓവർ എന്താണെന്നും എങ്ങനെയാണ് ആ ഹാൻഡ് ഓവർ എടുക്കേണ്ടത് എന്നും കൃത്യമായിട്ട് നമ്മളുടെ മുൻപുള്ള നിങ്ങൾക്ക് തന്ന വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. എക്യുപ്മെന്റ്സ് ഒക്കെ എന്താണെന്നും എങ്ങനെയാണ് ചെയ്യേണ്ടത്, എന്തെല്ലാം എക്യുപ്മെന്റ്സ് ആണ് നമുക്ക് ഉള്ളത് എന്നും അത് നോക്കിയിട്ട് എങ്ങനെയാണ് മെയിൻ്റെനൻസ് ചെയ്യേണ്ടത് എന്നും ചെക്കപ്പ് ചെയ്യേണ്ടത് എങ്ങനെയെന്നും വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ പേഷ്യന്റ് അസസ്മെന്റ് എന്നാൽ എന്ത്, ഒരു പേഷ്യന്റ് വന്നാൽ എന്ത് ചെയ്യണം, അതിന്റെ അസസ്മെന്റ് എന്താണ്, ഇത് കൃത്യമായിട്ട് കഴിഞ്ഞ മുമ്പുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഓരോ ഏരിയയും നമ്മൾ നിങ്ങൾക്ക് തന്ന ആ വീഡിയോയിൽ കവർ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് കണ്ടതിന് ശേഷമാണ് ഈ സാധനം നോക്കേണ്ടത്, അല്ലെങ്കിൽ രണ്ടും മനസ്സിലാവില്ല. ഓക്കെ, അപ്പൊ സമാധാനത്തിൽ എന്ത് ചെയ്യുക, ആദ്യം ആ വീഡിയോ കംപ്ലീറ്റ് ആയിരുന്നു കാണുക, എന്നിട്ട് ഈ പിന്നെ എന്താ പറയാ നിങ്ങളുടെ ഈ ഗൂഗിൾ ഷീറ്റ് ഫില്ല് ചെയ്യുന്നതിനെ കുറിച്ചുള്ള വീഡിയോ കാണുക. അപ്പൊ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. ഇനി അതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചോദിക്കുകയും ചെയ്യാം. ഓക്കെ.